ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ ഡെയിലി കാണാറുള്ള സംഭവമാണ്, എങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മഹാശിവരാത്രിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഈ ഒരു വലിയ അമ്പലത്തിലാണ് സമയം ചിലവഴിക്കുന്നത്. ഞങ്ങളുടെ തൊട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളും വലിയവരൊന്നുമില്ല, ഡാൻസും പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചിലവഴിച്ച് ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് കേട്ടോ. വലിയ അമ്പലമാണ്, വലിയ അമ്പലത്തിലാണ് കേട്ടോ ആ സംഭവം. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ ഒരു മരം കണ്ടോ, എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല കേട്ടോ. ശിവലിംഗത്തിൻ്റെ പൂവാണെന്നാണ് പറയാറുള്ളത്. നമ്മൾ സാധാരണ കാണുമ്പോൾ അത് സെയിം അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് മുകളിലുള്ള പൂക്കളൊന്നും കാണാൻ പറ്റണില്ല. ഇതിപ്പോൾ താഴെയുള്ള പൂക്കളാണ് കേട്ടോ. ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഇത് മൊട്ടുകളായിരുന്നു, ഫുള്ള് മൊട്ടുകളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ ഒരു സമയം പുലർച്ചയൊക്കെ ആകുന്ന സമയത്താണ് കേട്ടോ ഇത് വിരിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരു അടി അനങ്ങാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയ്ക്കും മണമാണ് ഇതിൻ്റെ. നല്ല ഒരു എന്താ പറയുക, ദൈവീകമായിട്ടുള്ള ഒരു മണം എന്ന് പറയില്ലേ, നമുക്ക് അങ്ങനെ ഒരു പിടിച്ച് നിൽക്കുന്ന ഒരു മണമാണ് കേട്ടോ ഇത്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യണത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഈ രാവിലെ ആയപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ പൂക്കൾ കാണാനായിട്ട്. ഭയങ്കര എന്താ, പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഇതുപോലുള്ള ഇതുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അതൊന്നും കാണാതെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു പൂ കൂടി ഉണ്ട് കേട്ടോ അവിടെ. അവൻ കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്മെല്ല്, എൻ്റെ പൊന്നോ, നമുക്ക് അവിടെ നിന്നൊന്നും അനങ്ങാൻ പോലും പറ്റണില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകും നമ്മൾ. ഇതുണ്ടോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശംഖുചക്രം പോലെ ഇങ്ങനെ വട്ടത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാരണം ഈ പൂ താഴെ വീഴുമ്പോൾ തന്നെ ഇതിൻ്റെ മേലെ ഉറുമ്പുകളൊക്കെ വരും കേട്ടോ. ഉറുമ്പുകളും ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരും കേട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ അതെല്ലാം പെറുക്കി കോർത്ത് തലയിൽ വെക്കാറുണ്ട് കേട്ടോ മണത്തിനായിട്ട്. അങ്ങനെ നമ്മൾ ഇതാ വീടൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും സൈഡായിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, 5 മണിയൊക്കെ ആവാറായി, 4:30 കഴിഞ്ഞു.